ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ ഇവിടെ പൊങ്കലാണ്. ഓക്കെ, ഇന്നും നാളെയും ഇന്നലെയും ഒക്കെ പൊങ്കലായിരുന്നു. ഇന്നാണ് മെയിനായിട്ടുള്ള പൊങ്കൽ. നമ്മുടെ അവിടുത്തെ ഓണം, മെയിൻ തിരുവോണം എന്ന് പറയുന്ന പോലെ ഇവിടെ ഇന്നാണ് പൊങ്കൽ. സോ ആ പൊങ്കൽ സെലിബ്രേഷൻ ഇവിടെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ കുറച്ച് പൊങ്കൽ സെലിബ്രേഷൻ്റെ വിഷ്വൽസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഇപ്രാവശ്യത്തെ പൊങ്കൽ സെലിബ്രേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബുള്ളോക്കാട്ടായിരുന്നു. കാളവണ്ടി നല്ല ഭംഗിയുള്ള 2-3 സുന്ദര കുട്ടപ്പന്മാരായിരുന്നു. ഒരു ബുള്ളോക്കോട്ടില് 2, ഒന്നില് 1 മാത്രം. நம்மலாம் உண்மையிலுமே சென்னையில நிறைய விஷயங்கள் மிஸ் பண்றோமோ அப்படின்னு தோணுது இதெல்லாம் பார்க்கும்போது. ഓൾമോസ്റ്റ് എല്ലാ റെസിഡൻസും തന്നെ താഴെ വന്നിട്ടുണ്ടായിരുന്നു പൊങ്കൽ സെലിബ്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. എല്ലാവരും ബുള്ളോക്കോട്ട് റൈഡ് പോയി, ഞാനും പോയി. എൻ്റെ ഒരു പഴയ ഓർമ്മയുണ്ട് ബുള്ളോക്കോട്ട് റൈഡുമായിട്ട്. പിന്നെ ഏജ് ഒന്നും നമ്മൾ നോക്കിയില്ല കേട്ടോ. ഉള്ള ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഉറിയടി തന്നെ പല കാറ്റഗറിയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ വെച്ചിട്ട്, ചെറിയ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, പിന്നെ ഗേൾസ്, പിന്നെ അങ്കിൾസ്, ആൻറ്റീസ് എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഇതായിരുന്നു. അതെന്താ വെച്ചാൽ DJ അവരിടും. ആ DJ നിർത്തുന്നതിനുള്ളിൽ അടിച്ച് ഉടയ്ക്കണം. അതായിരുന്നു ടാസ്ക്. 1-2 പേര് അടിച്ച് ഉടച്ചത് ഞാൻ കണ്ടു. പിന്നെ ഞാനിങ്ങനെ ഓടി നടക്കുകയായിരുന്നു. എല്ലാം കവർ ചെയ്യാനും എല്ലാം കാണാനും. നമുക്ക് ഇതൊരു വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്, ഡയറക്റ്റ് വിഷ്വൽ. കുട്ടികളൊക്കെ തമിഴ് ട്രഡീഷണൽ വെയർ ഉടുത്തിട്ട് വന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഗെയിംസ് എല്ലാം കൂടെ കൂടുമ്പോഴാണ് ഒരു ഫെസ്റ്റിവൽ സ്പിരിറ്റ്, ഒരു ഫെസ്റ്റിവൽ വൈബ് നമുക്ക് കിട്ടുന്നത്. ഇവരുടെ റിലേറ്റീവ്സ് ആണ് ഒരു കുട്ടി ഉറിയടിച്ചത്. 2-3 അറ്റംപ്റ്റിൽ തന്നെ ആ കുട്ടി ചെയ്തു. ഇതൊക്കെ ഒരു മറ്റുള്ളവർക്കും കൂടെ അവരാണ് വിൻ ചെയ്തതെങ്കിലും കാണുന്ന നമുക്ക് ഒരു ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ പങ്കെടുത്ത് കുറച്ചു നേരം ഇങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് നടന്നപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് റിലാക്സ് ആയി എന്ന് പറയാം. നല്ല ഒരു അറ്റംപ്റ്റ് ആയിരുന്നു കുട്ടി ചെയ്തത്. ഇവര് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും തിരക്കായി ചെയ്തു. சிக்கன் தட்டால இருந்து மோமோஸ்ல இருந்து எல்லாமே சூப்பரான ஸ்டால்ஸ் எல்லாம் எடுத்துட்டு வந்திருக்காரு தி ஆர்கனைசர்ஸ். ஐயா சுத்தி விடுங்க. வேற இவர மட்டும் நீங்க எந்த பக்கமா enjoying like anything. ஐயா இருடா நான் பண்றடா. நீ வெயிட் பண்றப்பா. கரெக்ட்டா இருக்கேயா. ഈ പ്രോപ്പർട്ടീസ് എല്ലാം സിലമ്പം ചെയ്യുന്ന കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഒരു വിഴുപ്പുറത്തു നിന്നുള്ള ഒരു ടീമായിരുന്നു. ഇതാണ് അവരുടെ ആ ടീഷർട്ട് ബാക്കിലാണ് ആ ടീമിൻ്റെ പേര്. അതല്ല, അത് കുട്ടികളുടെ പേരാണ്. എനിക്ക് ആ മാസ്റ്ററിൻ്റെ പേര് ശരവണൻ അങ്ങനെ എന്തോ ആണ്. എനിക്ക് ശരിക്കും ഞാൻ മറന്നുപോയത്. അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളിയുടെ പേര്. സ്കൂൾ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, +2 വരെയുള്ള. വളരെ ഭംഗിയായിട്ട് പ്രോപ്പർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബുള്ളോക്കോട്ട് റൈഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്തത്. നിറയെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പൊങ്കൽ വൈബിലെ ഓല കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സിൻ്റെ ഒരു സ്റ്റോൾ. പിന്നെ ഫുഡ് ഓൾവേസ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതാണ് ഈ സ്പ്രിംഗ് പൊട്ടറ്റോ, പിന്നെ ബട്ടർ മിൽക്ക്, ഗുലാബ് ജാമുൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇന്നും
വാങ്ങിച്ച് കഴിച്ചില്ല. എന്തോ ഓർഗാനിക് വെജിറ്റബിൾസിൻ്റെ ഓർഗാനിക് പ്രോഡക്ട്സിൻ്റെ ഒരു ഷോപ്പാണ്. അവരുടെ എനിക്ക് ആ പാംപ്ലെറ്റ് തന്നു, 2 ബട്ടർ മിൽക്ക് ഫ്രീ ആയിട്ട് തന്നു. ഒന്ന് ഫ്ലവേർഡ് ആൻഡ് ഇന്നൊന്ന് വന്നിട്ട് ഫ്ലവേർഡ് ആയിട്ട്. അറ്റംപ്റ്റിൽ ആ കുട്ടിയും അടിച്ചു. പിള്ളേർക്ക് നല്ല കാൽക്കുലേഷൻ ഉണ്ട്, ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ മനസ്സിലുള്ളത് കാരണം ഈസി ആയിട്ട് അവർക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഇത് എപ്പോഴും വരും എക്സിബിഷൻസ്, ഇങ്ങനെ ജ്വല്ലറീസ് ഒക്കെ. ഐ ഫീൽ ലിറ്റിൽ കോസ്റ്റ്ലി ദാൻ അതർ ഷോപ്പ്. ഞാനൊന്നും വാങ്ങിച്ചില്ല. ഇതിന് മുന്നേ ഒക്കെ എക്സിബിഷൻ വരുമ്പോൾ കുറച്ച് ലെസ് കോസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഡബിൾ ടു ദ പ്രൈസ് ആയിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റിൽ അങ്ങനെ പ്രൈസ് കൂടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ നടക്കുന്നത് DJ ഉറിയടിയാണ്. ഇത് കുറെ DJ തമിഴ് കുത്തുപാട്ടൊക്കെ ഇട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് ആ സോങ്സ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് കിട്ടില്ലേ. സോ ഞാൻ അതിന് മാച്ചിങ് ആയിട്ട് വേറെ എന്തെങ്കിലും മ്യൂസിക് ഇട്ട് തരാം. വേറെ ഒന്നും പറ്റില്ല. എനിക്കും ആ മ്യൂസിക് ഒക്കെ മ്യൂട്ട് ചെയ്തപ്പോൾ വിഷമം ഉണ്ടായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് വളരെ എലഗന്റ് ആയിട്ട് ക്യാമ്പസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ഇത് എപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന സ്റ്റോൾസ് ആണ്. അച്ചാറ്, എനിക്ക് ഇങ്ങനത്തെ തീ തോരണം ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. സോ ഞാനത് ചുമ്മാ ഒരു വീഡിയോ എടുത്ത് ഇറ്റ്സ് ഫൈലിംഗ് ടു മൈ മെമ്മറി ലൈക്ക് ദാറ്റ്. സോ ആകാശമൊക്കെ നന്നായിട്ട് ഞാൻ കുറേ കിളികളെ കണ്ടത് വഴി സന്തോഷമായിട്ട് പറക്കുന്നത്. സോ ഐ വാണ്ട് ടു ട്രാവൽ ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് നോ വെൻ ഇറ്റ് വിൽ ഹാപ്പൻ. യാ, എല്ലാവരും സന്തോഷത്തിന്റെ ഒരു നിറവിന്റെ ഒരു വൈബിലായിരുന്നു. കുട്ടികളൊക്കെ, എനിക്ക് ഇതുപോലത്തെ കുട്ടികളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഏജിലുള്ള എനിക്ക് ചുമ്മാ നോക്കിയിരിക്കാൻ ഇഷ്ടമാണ്. ഈ ഒരു ഗ്രൂപ്പിന്റെ ഞാൻ പറഞ്ഞില്ലേ, വിഴുപ്പുറത്തുനിന്ന് വന്നിട്ടുള്ള ആ ഗ്രൂപ്പിന്റെ സിലമ്പം ഉണ്ടായിരുന്നു. കുറെ ഐറ്റംസ് അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത്ര ഐറ്റംസ് സിലമ്പത്തിലുണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ഞാൻ കണ്ടിട്ടുണ്ട് കോലാട്ടം, പൊയ്ക്കാൽ ഡാൻസ് അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കണ്ടത്. മാസ്റ്റർ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. ഏറ്റവും കൂടുതൽ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് എൻജോയ് ചെയ്തത് ഈ സിലമ്പവും ആ ഉറിയടിയുമാണ്. ഇത് രണ്ടുമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ സ്റ്റാള്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. എത്ര നാൾ പ്രാക്ടീസ് ചെയ്താലാണ് അവർക്ക് ആ ഒരു മെയ്വഴക്കം കിട്ടുന്നത് ഞാൻ ആലോചിച്ചു. ആക്ച്വലി ഇങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കുട്ടികളെ എൻഗേജ്ഡ് ആക്കി വെക്കുന്നത് അവരുടെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. ബിക്കോസ് ദേ വിൽ നോട്ട് ഗെറ്റ് നെഗറ്റീവ് തോട്ട്സ് ഇൻ ദെയർ മൈൻഡ്. ദേ വിൽ നോട്ട് ബി ടോക്സിക്. If some person is involving in sports and all these physical activities like this kind of thing, they are losing their over energy and they will be concentrated there. They may have some concentration, right? So it's a kind of expanding their IQ level and everything. So every parent should train them for some extracurricular activities like anything. Maybe it's related to physical, or it's maybe related to art, or it's maybe art means some music or instrumental music or anything. If we are training our children these type of any kind of other activities, it's called other activities or extracurricular activities, definitely their stress level will decrease and they can concentrate more on their aim. I will not tell studies, because nowadays studies not only the benchmark of their future, so they can concentrate to their good future, better future. അതുകൊണ്ട് കുറച്ച് അങ്ങനത്തെ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ 1, 2, 3 നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അതിനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഈ ഒരു കുട്ടി 9th സ്റ്റാൻഡേർഡ് ആണ് പഠിക്കുന്നത്. കണ്ടാൽ കൊച്ചുകുട്ടിയാണെന്ന് തോന്നുന്നെങ്കിലും
ഹിസ് നെയിം ഈസ് തമിഴ് അരസൻ ഓർ സംതിങ്, തമിഴ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സോ ഗേൾസ് ഒക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ പഠിക്കുന്നത് ഓഫ് കോഴ്സ് അവരുടെ ഫ്യൂച്ചറിനും അവരുടെ സെൽഫ് റെസിസ്റ്റൻസിനും ഒക്കെ നല്ലതാണ്. അതുകൊണ്ട് മാക്സിമം എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, സോ നമ്മൾ തന്നെ ജിമ്മിൽ പോകണം എന്ന് വിചാരിക്കും, ഒരിക്കലും നടക്കില്ല. എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഹെൽത്തിന് പ്രോബ്ലം വരും, സം കൈൻഡ്. സോ ഇതൊക്കെ അവർക്ക് ആ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ശരീരത്ത്, അവരുടെ ബോഡി ലാംഗ്വേജിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടു. അത് വളരെ വലുതാണ്. അതുപോലെ ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മുടെ കുട്ടികൾക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് only we can do that. ഓക്കെ, നിറയെ സമ്പാദിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിറയെ അവരെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഗിവ് ദം കോൺഫിഡൻസ്, ഗൈഡ് ദം. അത് മാത്രമാണ് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത്, നമ്മളുടെ കുട്ടികളുടെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് പക്ക ഫണ്ടാസ്റ്റിക് ആയിരുന്നു ഇത്. ഈ ഒരു ഇത് ചെയ്യാനായിട്ട് കളരിപ്പയറ്റെന്ന് പറയും. ഇത് ചെയ്യാനായിട്ടുള്ള, നിങ്ങൾക്കറിയാമായിരിക്കും എന്നെക്കാളും, ഇത് ചെയ്യാൻ വേണ്ട ഒരു കോൺസെൻട്രേഷൻ ഭയങ്കരമാണ്. അത്രയ്ക്കും കോൺസെൻട്രേഷനോടെയാണ് അത് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. ഈ ഒരു പില്ലറില്ലേ, ഇതിന്റെ പുറത്ത് നിറച്ച് വാക്സ് തേച്ചിരിക്കുകയാണ്. വാക്സ് തേച്ചിട്ട് അതിന്റെ പുറത്താണ് അവർ ഇത് കാണിക്കുന്നതൊക്കെ. It was good actually. We all enjoyed their performance. It's actually what you call adventure type of martial arts. It's good. ചെയ്ത ആ കുട്ടികൾക്കും അത്രയ്ക്ക് സന്തോഷമായിരുന്നു. അവിടെ ഇരുന്ന് എല്ലാവരും തന്നെ നല്ലതായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് ദേ ആർ യങ് ചിൽഡ്രൻ, മേ ബി +2 അതിന് താഴെയുള്ള കുട്ടികളായിരിക്കും. സോ ഇതാണ് അവരുടെ ഗ്രൂപ്പ്. ഒരുപാട് നേരമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം. 5 to 10:30 ലൈക്ക് ദാറ്റ് ഇറ്റ് വാസ്. എൻ്റെ കമ്പനി ആയിട്ടുള്ള കുട്ടിപ്പട്ടാളങ്ങളാണ്. അങ്ങനെ ഈ വർഷത്തെ പൊങ്കൽ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോയി. അവിടെ പൊങ്കൽ ഇടുന്ന കുറച്ച് ചേച്ചിമാരോട് ചേർന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവർ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് ചെന്നതിലും വിഷ് ചെയ്തതിലും അവരെല്ലാം ഹാപ്പി പൊങ്കൽ പറഞ്ഞു. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള, എൻ്റെ കുറച്ച് പരിചയക്കാരാണ്. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ അടുത്ത അമ്പലത്തിലുള്ള ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിടുന്ന പൊങ്കലാണ്. അവരെന്നെ വിളിച്ചു, ഞാൻ പോയി. പിന്നെ അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ബിക്കോസ് സെലിബ്രേഷനൊക്കെ കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. നമ്മളൊന്നും കുക്ക് ചെയ്തുമില്ല. സോ ബിരിയാണി കഴിച്ചു. ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് ഇയർ പൊങ്കൽ സെലിബ്രേഷൻ. സോ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. സോ ഐ എം വിഷിംഗ് എവരിബഡി പ്രോസ്പെറിറ്റി, പീസ് ആൻഡ് what you call healthy life. Yeah, health is important. ബ്യൂട്ടി കെയർ പോലെ തന്നെ ഹെൽത്തും കെയർ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ആ കുട്ടികളാണെങ്കിലും ആ മാസ്റ്ററിന്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടതാണ്. ഹീ ഈസ് പ്രൗഡ് ഓഫ് ഹിസ് സ്റ്റുഡൻസ്.
അതൊരു വലിയ കാര്യമാണ്. പിന്നെ കമൻ്റ് ഒക്കെ എഴുതി സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടും എന്ന് വിചാരിക്കുന്നു.